ജോസേട്ടാ എന്തെങ്കിലും കിട്ടിണ്ടായിനോ? എന്ത് കിട്ടാനാണ്, കുറച്ച് സമയം പോയി കിട്ടും. അല്ല സുധിയെ, ഈ എനിക്ക് മീൻ കിട്ടുന്നത് നോക്കിയതാണ്. ഈ അടുത്ത കാലത്ത് എങ്ങനെ ഒരു 2 മണി പറ്റി എൻ്റെ കൈ കൊണ്ട് കിട്ടുമോ? ഒക്കെ നോക്കുന്നുണ്ട് ജോസേട്ടാ, പക്ഷെ എല്ലാവരും ഗവൺമെൻറ് ജോലി ഇങ്ങനെ പറയാ. എന്തായാലും ഞാൻ പോട്ടെ, എന്നെ കാണാൻ പറ്റും. ഇത്ര ഞാനുണ്ട് എന്നെ പോലെ വരട്ടെ. പെണ്ണ് കണ്ട് തുടങ്ങി തോന്നി. അല്ല പനോ, ഇനി മറ്റാണ്ട കുളിച്ച് പുറപ്പെട്ടിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് എന്താ പരിപാടി ഉണ്ടോ? മനേട്ടാ, 4 ദിവസം ആരോളം കുടിച്ച് 4 ബിസ്ക്കറ്റും കഴിച്ച് 4 സുന്ദരിമാരും കണ്ട്, അതൊക്കെ ഒരു മെച്ചമുള്ളൂ ഇപ്പോൾ. അപ്പൊ ഇനി പെണ്ണുണ്ട് വരിക അല്ലേ? ഓൻ്റെ ഒരു നാരങ്ങ വെള്ളം കൂടി സ്ഥിരം കലാപരിപാടിയേ പെണ്ണ് കാണല്. ആരാ ബ്രോക്കർ? ബാലന, കാലം ബാലന. ജോസേട്ടാ, പെണ്ണ് കണ്ടാലല്ലോ പെണ്ണ് കിട്ടുള്ളൂ. ഇപ്പോളേ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പെണ്ണിന് ഇഷ്ടപ്പെട്ട ആളെ കൂടെ പെൺകുട്ടികളങ്ങ് പോവുക. അത്യാവശ്യം നല്ല ഡ്രസ്സും പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഉണ്ടെങ്കിലേ, പിന്നെ ഗവൺമെന്റ് ജോലിയാണെങ്കിലേ, അതാ ജോസേട്ടാ, അതാ നല്ലത്. പെൺകുട്ടികൾ ഓരോ കൂടെ അങ്ങ് പോകും. ഇവള് വെറുതെ നാരങ്ങള്ളവും കുടിച്ച് ബിസ്ക്കറ്റും തിന്ന് നടക്കും. അത് ശരിയാണ്, നമ്മളെപ്പോലെ കൂലിപ്പണിക്കാർക്ക് പെണ്ണും പടക്കോയ്ക്കോ വേണ്ടേ? എനിക്കിപ്പോൾ ഒരു കാര്യം അറിയോ? ആ പഴയ സിസ്റ്റല്ലേ, അത് കംപ്ലീറ്റ് മാറി. ഇപ്പൊ ഒക്കെ ന്യൂജന. 1 മുതൽ 100 വരെ എണ്ണാൻ അറിയാത്ത നമ്മളെ വടക്കേലെ മണിയേട്ടല്ലേ, പുള്ളിക്കാരൻ വരെ കല്യാണം കഴിച്ചു. എന്താല്ലേ? എന്താണ് മണി കിണി എന്നൊക്കെ പറയുന്നത്? വടക്കല മണീൻ്റെ കഥ അറിയാനി. ആ, അത് ശരിയാ. അവനേതോ കോളേജിന് മുമ്പ് പോയിന്ന് ഒരു പെണ്ണിനെ ശരിയാക്കി. ഓന്റെ വീട്ടിൽ പോയപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. ഓനെ ഏർപ്പനാണേ. പെണ്ണിന്റെ വാടും നോക്കിപ്പോയി. ആ പെണ്ണും പോയി? പിന്നെയല്ല, ഇപ്പോഴത്തെ പിള്ളേർ അതിനൊന്നും കിട്ടൂലേ. ഓളെ വേറെ ഏത് സെറ്റപ്പ് നോക്കി പോയി എന്നാണ് കേട്ടത്. ഇതെന്താ ചന്ദ്രേട്ടാ, കയ്യിൽ കുറെ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? എന്റെ മോളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഗവൺമെന്റ് ജോലിക്കാരനാ. എന്നാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. നാരങ്ങള്ള വെറുതെ അല്ല, പീടികയിലെ മൂപ്പരേ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്. എത്ര നാരങ്ങ വാങ്ങിയിട്ടപ്പോ പോയത് മൂപ്പര്. മുമ്പൊക്കെ ഇനി കുടിക്കല് നിർത്തിയിട്ടേ നാരങ്ങ കച്ചവടാക്കിയാലോ?